പറളിക്കുന്ന് ലക്ഷം വീട് കോളനിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കരിപ്പൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് പറളിക്കുന്നിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇയാൾ പറളിക്കുന്നിലെ രണ്ടാം ഭാര്യയുടെ വീട്ടിലെത്തിയത്. വീട്ടിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ആരോപണമുണ്ട്. ശരീരമാസകലം മർദ്ദനമേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൽപ്പറ്റ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസാണ് അബ്ദുൽ ലത്തീഫിന്റെ ബന്ധുക്കളെ മരണവിവരം അറിയിച്ചത്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. രണ്ടാം ഭാര്യയും സഹോദരങ്ങളും ചേർന്ന് അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ബോഡി കണ്ടപ്പം കംപ്ലീറ്റ് പരിക്കുണ്ട്, തലക്ക് പരിക്കുണ്ട്, ശരീരം മൊത്തം പരിക്കുണ്ട്. അപ്പം ചെയ്തിരിക്കുന്ന ഭാര്യയുടെ അവരെ ഇപ്പോൾ രണ്ടാമതൊരു ഭാര്യയുണ്ട്, അവരെ ആങ്ങളെ കുടുംബം എന്നാണ് പറയുന്നത്. എല്ലാവരും വല്ലാത്തൊരവസ്ഥയാണ് കണ്ടുകൂടാതെ. നമ്മളത് കൊലപാതകമെന്നുള്ള സംശയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൊലപാതകം. അല്ലാതെ ആൾ നല്ല വൈകുന്നേരം അവിടെ പോകുന്ന ആളാണ്. അങ്ങനെ വന്നിപ്പോൾ ഈ പരിക്കും മറ്റെടുക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അവർ ചെയ്തൊരു ആസൂത്രണ കൊലപാതകം തന്നെ. സംഭവത്തിൽ രണ്ടാം ഭാര്യയെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലെ 38-ാം ഡിവിഷൻ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു മരിച്ച അബ്ദുൽ ലത്തീഫ്. ജിൻസ് തോട്ടുങ്കര, വയനാട് വിഷൻ, കൽപ്പറ്റ.